ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊല്ലത്ത് റോഡ് നവീകരണ ഉദ്ഘാടനത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. എം മുകേഷ് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് ആസാം ലിങ്ക് റോഡ് നവീകരണം ഉദ്ഘാടനം ചെയ്തത്. റോഡ് ടാർ ചെയ്യുന്നതിന് എന്തിനാണ് ഉദ്ഘാടനം എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. 900 മീറ്റർ ദൂരത്തിൽ താലൂക്ക് കച്ചേരി മുതൽ ആശ്രാമം മൈതാനം വരെയുള്ള ലിങ്ക് റോഡ് 10 കോടി രൂപ മുടക്കിയാണ് നവീകരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം നഗരത്തിന്റെ ഗതാഗത കുരുക്കിന് വലിയൊരു അളവിൽ പരിഹാരമാവുകയും ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതാണ് ആശ്രമം ലിങ്ക് റോഡ് നവീകരണ പ്രവൃത്തി. ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി. കച്ചേരി മുതൽ ആശ്രമം മൈതാനം വരെയുള്ള ആശ്രമം ലിങ്ക് റോഡ് 10 കോടി രൂപ വിനിയോഗിച്ച് ആധുനിക നിലവാരത്തിലാണ് നവീകരിക്കുന്നത്. ലിങ്ക് റോഡിന്റെ ഭാഗമായ ഓലയിൽ കടവ് പാലത്തിന്റെ 4ാം ഘട്ട നിർമ്മാണത്തിന് ഉടൻ അനുമതി ലഭിക്കുമെന്ന് MLA M മുകേഷ്. 4ാമത്തെ ഫേസ് അതിന് ഒരു ഉത്തരവ് അല്ലെങ്കിൽ അത് ഒരു തീരുമാനം ആകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്നാൽ അതിന് ഏകദേശമൊക്കെ ഒരു തീരുമാനമായി എന്നുള്ളതാണ് കിഫ്ബിയിൽ നിന്നും നമുക്കറിയാൻ കഴിഞ്ഞത്. ആദ്യം ഇത് തീർത്തതിന് ശേഷം രണ്ടിന്റെയും ഉദ്ഘാടനം ഒന്നിച്ച് നടത്തും എന്നാണ് വളരെ സന്തോഷകരമായ കാര്യം. റോഡ് ടാർ ചെയ്യുന്നതിന് ഉദ്ഘാടനം നടത്തണോ എന്നായിരുന്നു കോൺഗ്രസിന്റെ ചോദ്യം. കോൺഗ്രസ് പ്രവർത്തകർ ഉദ്ഘാടന സ്ഥലത്തേക്ക് മാർച്ച് നടത്തി. ഓലയിൽ കടവ് പാലം തുറന്നുകൊടുക്കാതെയുള്ള ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും വിമർശനം. വീണ്ടും അടുത്ത നിർമ്മാണ ഉദ്ഘാടനം എന്ന് പറയുന്നത് കൊടിയ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് എന്നൊരു ഫീസിബിൾ സ്റ്റഡി പോലും നേരെ നടത്താതെ എങ്ങനെയാണോ കേരളയിൽ കൊണ്ടുവരാൻ ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടത്താതെ ശ്രമിച്ചത്, അതുപോലെ തന്നെയാണ് ഈ ലിങ്ക് റോഡിന്റെ പ്രവർത്തനവും ഈ സർക്കാർ ആരംഭിച്ചത്. വിഷയം മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. M മുകേഷിന്റെ വികസന നേട്ടങ്ങളിൽ വിരളി പൂണ്ടാണ് കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് CPIM പ്രതികരിച്ചു. 24 കൊല്ലം.